മധുഋതു കവിതയുടെ ആസ്വാദൻ ടിപ്പണി നോക്കാം. സുപ്രസിദ്ധ ഹിന്ദി സാഹിത്യകാർ ജയശങ്കർ പ്രസാദ് की कविता है മധുഋതു. സുപ്രസിദ്ധനായ ഹിന്ദി സാഹിത്യകാരൻ ജയശങ്കർ പ്രസാദിന്റെ കവിതയാണ് മധുഋതു. യഹ് ഏക് സുന്ദർ കവിത ഹെ, ഇതൊരു സുന്ദരമായ കവിതയാണ്. മധുഋതു ഛായാവാദി കവിത ഹെ, മധുഋതു ഒരു ഛായാവാദി കവിതയാണ്. കവിതാമേം വസന്ത ഋതു കാ സുന്ദർ വർണ്ണന ഹുവാ ഹെ, കവിതയിൽ വസന്തകാലത്തിനെ കുറിച്ച് സുന്ദരമായി വർണ്ണിച്ചിട്ടുണ്ട്. വസന്ത ഋതു ആ ഗയാ ഹെ, വസന്തം വന്നിരിക്കുന്നു. വഹ് ഭൂലി സി ഹെ, അത് മറന്നു പോയിരിക്കുന്നു. കവി ഉസെ ഏക് വ്യഥാ സാദിൻ കെ സമാൻ ദേഖ്തേ ഹെ, കവി അതിനെ ആ വസന്തകാലത്തിനെ ഒരു വ്യഥാസാദിൻ, ഒരു വേദനയിലുള്ള ഒരു കൂട്ടുകാരിയായിട്ട് കാണുന്നു. കവി അപ്പനെ മന്മേം ഉസ്കെ ലിയെ ചോട്ടി കുടിയാ ബനാ ദേത്തെ ഹെ, കവി തൻ്റെ മനസ്സിൽ അവൾക്ക് വേണ്ടി ഒരു കുടിൽ കെട്ടുന്നു. അതായത് കവി തൻ്റെ ഹൃദയത്തിൽ അവൾക്കായി ഒരു ചെറിയ കുടിൽ പണിയുന്നു. കവി कहते हैं कि പ്രേമി रहता है ഭൂമി और ആകാശ് के बीच में, കവി പറയുകയാണ് ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ ഒരു കാമുകൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കവി പറയുന്നു. പ്രേമവിഹീൻ ലോക് യഹീം പർ നഹീ രഹത്തെ, പ്രേമമില്ലാത്തവർക്ക്, സ്നേഹമില്ലാത്തവർക്ക് ഇവിടെ സ്ഥാനമില്ല. കവി കാ പ്രേമ വസന്ത ഋതു രൂപി പ്രേമിക സേ ഹുവാ ഹെ, കവി തൻ്റെ പ്രിയപ്പെട്ടവളായ വസന്തകാലവുമായി പ്രണയത്തിലായി. ഇസ് പ്രേമമയി വാതാവരൺ മേ ആശാ കെ നയേ അങ്കുർ ജുൽത്തേ ഹെ, ഈ പ്രേമമായി, ഈ സ്നേഹപരമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ ആശാക്കെ നയേ അങ്കുർ ജുൽത്തേ ഹെ, ആഗ്രഹത്തിൻ്റെ ഈ സ്നേഹനിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പ്രതീക്ഷയുടെ പുതിയ മുകുളങ്ങൾ വിരിയുന്നു. ഇസ് പ്രേമമായി വാതാവരൺ മേ മലയാനിൽ ബഹ്കർ ആത്താ ഹെ, ഈ സ്നേഹനിർഭരമായിട്ടുള്ള ചുറ്റുപാടിലേക്ക് മലയാനിൽ ബഹ്കർ ആത്താ ഹെ, മലയൻ കാറ്റ് ഒഴുകി വരുന്നു. ഉസ്കി ലഹരേ സിഹർ മർ ദേത്തി ഹെ, അതിൻ്റെ തിരമാലകൾ വിറപ്പിക്കുന്നു. മലയാനിൽ കവിക്ക് മാനസ് നയൻ നളിൻ കോ ചുംബൻ കർക്കെ ജഗാത്താ ഹെ, മലയാനിൽ ആ മലയൻ കാറ്റ് കവിയുടെ മാനസ നയനങ്ങളെ, അതായത് താമര കണ്ണുകളെ ചുംബിക്കുകയും ഉണർത്തുകയും ചെയ്യുന്നു. വസന്ത ഋതു മേ പ്രഭാത് ലാലിമാസെ ബരാ ഹുവാ രഹത്താ ഹെ, വസന്തകാലത്തിൽ പ്രഭാതം ലാലിമാസെ ബരാ ഹുവ, വസന്തകാലത്തെ പ്രഭാതം ചുവപ്പ് നിറത്തിൽ നിറഞ്ഞിരിക്കുന്നു. സംസാർ മേ ഹമേശ രോഷനി ബി രഹത്തി ഹെ, ലോകം എപ്പോഴും പ്രകാശപൂരിതമാണ്. വസന്ത ഋതു മേ ചാന്ദിനി ഫൈൽ ജാത്തി ഹെ, വസന്തകാലത്തിൽ ചന്ദ്രപ്രകാശം പരക്കുന്നു. और പ്രകൃതി ഡിംകി ബൂന്തേം കി വർഷ കർത്തി ഹെ, പ്രകൃതി മഞ്ഞുതുള്ളികൾ വർഷിക്കുന്നു. വസന്ത ഋതു മേ പ്രേമ കാ ഏകാന്ത സൃജൻകാര്യ ഹോത്താ ഹെ, വസന്തകാലത്ത് പ്രണയം ഒരു ഏകാന്തമായ സൃഷ്ടിപരമായ പ്രവൃത്തിയാണ്. കവി നിവേദൻ കർത്തേ ഹെ കി ഇസ്മേം കിസി കോ ബാധ ഉപസ്ഥിത് നഹീ കർണി ഹെ, ഇതിൽ ആരും ഇടപെടരുത് എന്ന് കവി അഭ്യർത്ഥിക്കുന്നു. कवि का उपदेश है अपने में जो कुछ सुंदर है उसे പ്രേമയുഗ്മോം കോ ദേ ദേന, തന്നിലുള്ള സൗന്ദര്യം പ്രണയികൾക്ക് നൽകുക എന്ന കവി ഒരു ഉപദേശം എന്നതാണ് ഇവിടെ കവിയുടെ ഉപദേശം. മധുഋതു മേ പ്രകൃതി ചിത്രൺ മാനവീകരൺ സൗന്ദര്യവർണ്ണൻ പ്രേമാനുഭൂതി ആദി ഛായാവാദി പ്രവൃത്തിയോം കാ സുന്ദർ സമാവേശ് ഹുവാ ഹെ, മധുഋതു എന്ന ഛായാവാദി കവിതയിൽ പ്രകൃതി ചിത്രൺ, പ്രകൃതിയെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ വിവരണവും, അതുപോലെ മാനവീകരൺ സൗന്ദര്യവർണ്ണൻ സൗന്ദര്യത്തിൻ്റെ വിവരണം, പ്രേമാനുഭൂതി സ്നേഹത്തിൻ്റെ വികാരം,
आदि छायावादी प्रवृत्तियों का सुंदर समावेश हुआ है എന്നിവ മനോഹരമായി ഉൾക്കൊള്ളിക്കുന്നു. എന്നിവയുടെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രണം, മനോഹരമായ സുന്ദർ ചിത്രം, മനോഹരമായ ഒരു ചിത്രണമാണ് ഇവിടെ കവി ചെയ്തിരിക്കുന്നത്. ഛായാവാദി പ്രവൃത്തിയോ കാ സുന്ദർ സമാവേശ് ഹുവാ ഹെ. പദാവലി അത്യന്ത് കോമൾ ഹെ. പദാവലി വളരെ സൂക്ഷ്മമാണ്, കോമളമായതാണ്. പങ്ക്തിയോ കാ ആശയ ആസാനി സെ സമജ് സക്തേ ഹെ. വരികളുടെ ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ശീർഷക് സാർത്ഥക് ഓർ സംഗത് ഹെ. ഇതിൻ്റെ ശീർഷകം, ഇതിന് തന്നിട്ടുള്ള തലക്കെട്ട് വളരെ അർത്ഥവത്തായതും ഉചിതവുമാണ്. ഇത്രയാണ് നമ്മുടെ മധുഋതു എന്ന കവിതയുടെ ആശയം വരുന്നത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. ഓക്കെ.